ഹലോ, വെൽക്കം ടു ബിഗ് സ്കൂൾ. ഇന്ന് ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും നല്ല ഷെയറുകളിലൊക്കെ ലോങ് ടേം പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഷെയറുകൾ നല്ല പ്രോഫിറ്റിലൊക്കെ പോകും. നമ്മളത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് മാർക്കറ്റിലെ കറക്ഷനൊക്കെ വരുമ്പം നമ്മൾ കണ്ട അത്രയും പ്രോഫിറ്റും അത് സീറോവൈസ് ആകുന്നതും അല്ലെങ്കിൽ നെഗറ്റീവിൽ പോകുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. പിന്നെ നമുക്ക് മാനസികമായി ഭയങ്കര പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. ഇത്രയും പ്രോഫിറ്റ് വന്നിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകൾക്ക് ഈ ഇൻഡിക്കേറ്റർ ഒത്തിരി ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമുക്ക് അത് ഏതാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പം അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആപ്ലിക്കേഷന് screener.in. ഓക്കെ, അപ്പോൾ സ്ക്രീനറിൽ പോവാം. സ്ക്രീനർ ഫ്രീ അക്കൗണ്ട് ആക്സസ് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ മൊബൈലിലും ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ ഡെസ്ക്ടോപ്പ്, PC. ഞാൻ ഉപയോഗിക്കുന്നത് PC ആണ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആണ്. ഗെറ്റ് ഫ്രീ അക്കൗണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ് ലോഗിൻ ചെയ്യുവാണ്. അപ്പം ലോഗിൻ ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ടത് ഏറ്റവും മേളിൽ ഫീഡ്, ലെഫ്റ്റ് സൈഡിൽ ഫീഡ്, പിന്നെ സ്ക്രീൻസ്, അത് കഴിഞ്ഞിട്ട് ടൂൾസ്. അപ്പം ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഇൻഡിക്കേറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്ക്രീൻസിൽ പോയി ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ബൈ ഡിഫോൾട്ട് കുറേ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഗോൾഡൻ ക്രോസ് ഓവർ. ഓക്കെ, ഈ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ 50-day മൂവിങ് ആവറേജ് മൂവ്സ് അബൌട്ട് 200-day മൂവിങ് ആവറേജ് ഫ്രം ബിലോ. അപ്പം താഴെ നിന്ന് 50-day മൂവിങ് ആവറേജ് 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുന്ന സമയത്തിനാണ് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ഒന്ന് ചാർട്ടിൽ നോക്കാം, ഇതെന്താണ് ഗോൾഡൻ ക്രോസ് ഓവർ. അതിനു വേണ്ടി ഞാനൊരു ഷെയറിനെ നമുക്ക് പരിചയപ്പെടുത്താം. AIA എഞ്ചിനീയറിംഗ്. ഓക്കെ, AIA എഞ്ചിനീയറിങ്ങിൻ്റെ നമ്മൾ ചാർട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം മാക്സിമം ഇടുക. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഇതിനകത്ത് കയറുമ്പം screener.in കയറുമ്പം ഈ 50-യും 200-day മൂവിങ് ആവറേജ് അൺടിക്കായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു ചാർട്ട് കിട്ടുന്നത്, ഒരു പ്ലെയിൻ ചാർട്ട് ഇങ്ങനെ കിട്ടും. പക്ഷേ നിങ്ങളിവിടെ ടിക്ക് ചെയ്യണം 50 ആൻഡ് 200-day മൂവിങ് ആവറേജ്. ഓക്കെ, അപ്പം 50-day മൂവിങ് ആവറേജ് യെല്ലോ ലൈൻ ആയിരിക്കും. 200-day മൂവിങ് ആവറേജ് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒന്ന് ക്ലിയറായിട്ട് നോക്കാനായിട്ട് 1 year എടുത്ത് നോക്കുമ്പം 50-day മൂവിങ് ആവറേജ് നമുക്കിപ്പം ക്ലീനായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ? അതുപോലെ തന്നെ 200-day മൂവിങ് ആവറേജ് നമുക്ക് ഗ്രേയിൽ അതിൻ്റെ മേളിൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം മാക്സിമം എടുക്കുമ്പോൾ നമ്മൾ AIA കമ്പനി ഫസ്റ്റ് ടൈം ഷെയർ മാർക്കറ്റിൽ BSEയിലും NSEയിലും അവർ രജിസ്റ്റർ ചെയ്തത്, എക്സാക്ട് ഡേറ്റ് പറയുവാണെങ്കിൽ 16th December 2005. ഓക്കെ, അന്ന് അതിൻ്റെ പ്രൈസ് 113.72 ആയിരുന്നു. ഓക്കെ, പിന്നെ ഓൾമോസ്റ്റ് ഈ ഷെയർ സൈഡ് വൈസാണ് പോയിക്കൊണ്ടിരുന്നത്. വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. 8 വർഷം കഴിഞ്ഞ് 13 September 2013-ലും 200 രൂപയെ ആ ഷെയറിൽ കയറിയിട്ടുള്ളൂ. അപ്പം ആഫ്റ്റർ 8 years 319 ആയിരുന്നു അതിൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പം
അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഈ ഷെയർ ഗ്രോ ചെയ്യാൻ തുടങ്ങി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഗോൾഡൻ ക്രോസ് ഓവർ. അപ്പം ഗോൾഡൻ ക്രോസ് ഓവർ നമ്മൾ ഓൾറെഡി വായിച്ചു. 50-day മൂവിങ് ആവറേജ് 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മേളിലോട്ട് പോകുന്ന ആ ജംഗ്ഷനാണ് പറയുന്നത് ഗോൾഡൻ ക്രോസ് ഓവർ. ഓക്കെ, അപ്പം 10 ഇയേഴ്സ് നമുക്കെടുത്ത് നോക്കാം. 10 ഇയേഴ്സ് എടുത്ത് നോക്കുമ്പം നമ്മൾ ഒരു നല്ലൊരു ഗോൾഡൻ ക്രോസ് ഓവർ നമ്മൾ ഈ ഷെയറിൽ കാണാൻ പറ്റുന്നത് ഡേറ്റ് 20th May 2022. 20th May 2022 അതിൻ്റെ പ്രൈസ് 2071. 2071 20th May, ഓക്കെ, 20th May 27th May 2022 2071 ആയിരുന്നു അതിൻ്റെ പ്രൈസ്. നമുക്കൊന്ന് നോട്ട് ചെയ്യാം. 2071. ഓക്കെ, 2071. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഷെയറിൻ്റെ ഗോൾഡൻ ക്രോസ് ഓവർ നടന്നത് ഇവിടെ. അതേപോലെ തന്നെ ക്രോസ് ഡൗൺ ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് ഇത്. ഓക്കെ, ഇവിടാണ് ഗോൾഡൻ. അന്ന് അതിൻ്റെ പ്രൈസ് എത്ര? ഇവിടെ ആയിരുന്നെങ്കിൽ അതിൻ്റെ പ്രൈസ് 3430. 3430. ഓക്കെ, അപ്പം മേടിച്ചത് 2071, സെൽ പ്രൈസ് 3430, 100 ക്വാണ്ടിറ്റി. പ്രോഫിറ്റ് വന്നേക്കുന്നത് 1,35,900. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ മാത്രമായിട്ട് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ്, അതായത് എത്ര വർഷം? 2022 to 2024, 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റാണ് 1,35,900. അത് ഇച്ചൂടെ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് 200-day മൂവിങ് ആവറേജിനെ ഇത് കട്ട് ചെയ്ത് താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് അടിക്കുവാണെങ്കിൽ, ഓക്കെ, നല്ലൊരു പ്രോഫിറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എത്രയാണ് നമുക്ക് 3897 നോക്കുവാണെങ്കിൽ 1,82,600 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ഒരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ മാർക്കറ്റിൽ അതിൻ്റെ ഓർഡർ, ഫ്യൂച്ചർ പ്ലാന് ഇതെല്ലാം മനസ്സിലാക്കി നല്ലൊരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഗോൾഡൻ ക്രോസ് ഓവറിൻ്റെ സമയത്ത് അതിനകത്ത് കയറുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കീപ്പ് റൈഡിങ് അലോങ് വിത്ത് ദ ഷെയർ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം ഇവിടെ ഒരു ഹൈ വന്നു, പിന്നെ മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് ചെറുതായിട്ട്. ഹൈയിൽ അതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? 2247. കറക്ഷൻ ചെയ്തപ്പം അത് 2087, ഒരു 300 രൂപ കറക്റ്റായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറി. അത് കഴിഞ്ഞ് നല്ലൊരു കറക്ഷൻ നടന്നു. ഓൾമോസ്റ്റ് 200-day മൂവിങ് ആവറേജിൽ വന്ന് ടച്ച് ചെയ്തു, പിന്നെ റീബൗണ്ടായി. അങ്ങനെയാണ് ഈ ഷെയർ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4461 2024. അത് കഴിഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്ത് 3616, ഓൾമോസ്റ്റ് 800 rupees കറക്റ്റ് ചെയ്തു. പിന്നെയും ഷെയർ കയറി. അങ്ങനെ ഒരു ഇവിടെ പീക്ക് എന്ന് പറയുന്നത് 4708. ഓക്കെ, 4708 നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈസ് വിഡ്രോ ചെയ്യുമായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാണ്. ഓക്കെ, അപ്പം എനിവേ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. ഗോൾഡൻ ക്രോസ് ഓവർ സമയത്ത് 50-day മൂവിങ് ആവറേജ് 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത സമയത്ത് കയറുവാണ്. അതേപോലെ തന്നെ
50-day മൂവിങ് ആവറേജ് 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ഡൗൺ ചെയ്ത് താഴോട്ട് വരുമ്പം എക്സിറ്റ് അടിക്കുവാണ്. ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതേസമയം ബിഗ് ടെന്നും ഞങ്ങളുടെ ഓൺ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ലോങ് ടേമിൽ ആണെങ്കിലും ഞങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി 10-day മൂവിങ് ആവറേജ്, 30-day മൂവിങ് ആവറേജ്. ഓക്കെ, അത് വെച്ചുള്ള ഞങ്ങൾ കുറേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ഇച്ചിരൂടെ ഒരു പ്രോഫിറ്റ് കൂടുതലെടുക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഓക്കെ, എനിവേ ഈ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് എല്ലാ ദിവസവും ഞങ്ങൾ ബ്രേക്ക് സ്റ്റോക്സ്, ഓക്കെ, ബ്രേക്ക് സ്റ്റോക്സിനെ അതിന് ടൈറ്റിൽ പറയാൻ പറ്റത്തുള്ളൂ. ബ്രേക്ക് സ്റ്റോക്സ് ഇങ്ങനെ ഇങ്ങനെ ഗോൾഡൻ ക്രോസ് ഓവറും അതുപോലെ തന്നെ ബിഗിൻ്റെ ഞങ്ങളുടെ സ്പെഷ്യൽ ക്രോസ് ഓവറിൽ പോകുന്ന ഷെയറുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ദിവസവും ഒരു 10 ഷെയറിനെ ഞങ്ങൾ പിക്ക് ചെയ്ത് എല്ലാ ദിവസവും നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് അയക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളെയും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം AIA തന്നെ നമ്മൾ എടുത്ത് നോക്കാമെങ്കിൽ, ആ കമ്പനി തന്നെ നോക്കാമെങ്കിൽ അതിൻ്റെ ഗോൾഡൻ ക്രോസ് ഓവർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വൺ ഓഫ് ദ റീസെൻ്റ്ലി അഗെയിൻ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ഡേറ്റ് 21 നവംബർ ലാസ്റ്റ് മന്ത് ഈ ഷെയറിൽ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. അടുത്തൊരു റാലിക്ക് ഈ ഷെയർ തയ്യാറായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഷെയർ തയ്യാറായി കഴിയുമ്പം അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ഇനിയും ഫ്യൂച്ചറിൽ എവിടം വരെയും റാലി ചെയ്യാം എന്നുള്ളൊരു നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫിബൊനാച്ചി ഇൻഡിക്കേറ്റർ വെച്ച് അതിൻ്റെ അടുത്ത ടാർഗറ്റിനെ നമ്മൾ കണ്ടുപിടിക്കും. അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ റിപ്പോർട്ടിൽ കൂടെ, ബ്രേക്ക് സ്റ്റോക്സ് റിപ്പോർട്ടിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പേഴ്സണലി ഈ ഷോർട്ട് ടേമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് 10-day മൂവിങ് ആവറേജ്, 30-day മൂവിങ് ആവറേജ് ആൻഡ് 200-day മൂവിങ് ആവറേജ്. ഓക്കെ, ഈ റെഡ് കാണുന്നത് റെഡ് 200-day മൂവിങ് ആവറേജ്, ബ്ലൂ 30-day മൂവിങ് ആവറേജ്, അതേപോലെ വൈറ്റ് 10-day മൂവിങ് ആവറേജ്. കണ്ടില്ലേ, 10-day മൂവിങ് ആവറേജ്, 30-day മൂവിങ് ആവറേജ്, 200-day മൂവിങ് ആവറേജ്, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററിനകത്തുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻട്രിയും എക്സിറ്റും തീരുമാനിക്കുന്നത്. ഓക്കെ, ഇവിടെ നല്ലൊരു എൻട്രി ഏഞ്ചൽ 1 കിട്ടിയിട്ടുണ്ട്. അതായത് 9th May 2025 10-day മൂവിങ് ആവറേജ് വന്ന് 30-day മൂവിങ് ആവറേജിൽ ഒരു കിസ് കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും അത് മേളിലോട്ട് ഓക്കെ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ നല്ലൊരു എൻട്രിക്ക് ചാൻസ് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RSI ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുമ്പം ഏതെങ്കിലും ഷെയർ RSI 50ക്ക് മേളിൽ നിൽക്കുവാണെങ്കിൽ അതിന് ഒരു സ്ട്രെങ്ത് ഉണ്ട് റാലി ചെയ്യാനായിട്ട്. 50ക്ക് താഴെയാണെങ്കിൽ റാലി ചെയ്യാനായിട്ട് വലിയ സ്ട്രെങ്ത് ഇല്ലാത്തൊരു പൊസിഷനാണ്. അപ്പം ഇവിടെ 50-day മൂവിങ് ആവറേജിൽ RSI 50ക്ക് മേളിൽ വന്നു. അതേപോലെ ഇവിടെ 10-day മൂവിങ് ആവറേജ് 30-day മൂവിങ് ആവറേജിൻ്റെ മേളിൽ നിൽക്കുന്നു. അപ്പം നമ്മുടെ ഇവിടുന്ന് ഈ ഷെയറിൽ കയറുന്നു. ഓക്കെ, നല്ലൊരു റാലി നമുക്ക് ലഭിച്ചു. 10-day മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് പ്രൈസ് താഴോട്ട് ഇറങ്ങി. കണ്ടില്ലേ, ഇവിടെ
ഇവിടെ വെച്ച് നമ്മൾ ഇറങ്ങുക. അപ്പം നമ്മളിപ്പം എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ആ ക്യാൻഡിലിൻ്റെ ഹൈ 2-4 ഇതുകൊണ്ട് ഇവിടെ നോക്കിക്കോണേ. ഇവിടെ ഹൈയും ലോയും നോക്കിക്കോണേ. അവിടെ ഹൈയും ലോയും നോക്കുമ്പം ഹൈ 2490, ലോ 2383. ഓക്കെ, നമ്മൾ ആ ഷെയറിൻ്റെ ഹൈ തന്നെ എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പണിങ്, ആ ഷെയറിൻ്റെ ഓപ്പണിങ് എത്ര? 2398. ഓക്കെ, 2398 ആയിരുന്നു ഓപ്പണിങ്. നമുക്ക് ഓപ്പണിങ്ങിലെ പ്രൈസ് കഴിഞ്ഞിട്ട് അത് പിന്നെ അന്ന് കയറുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ലോ ആണെങ്കിൽ 2383. അപ്പം നമുക്ക് ഓപ്പണിങ് എടുക്കാം 2398. ഓപ്പണിംഗ് പ്രൈസ് 2398. അതിനെക്കാട്ടിലും പ്രൈസ് അന്ന് ഷെയർ താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് സെൽ പ്രൈസ് എത്ര? സെൽ പ്രൈസ് ഇവിടെ ക്രോസ് ഓവർ നടന്നു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മൾ എക്സിറ്റ് അടിക്കുന്നു. ഇവിടെ ക്രോസ് ഓവർ നടന്ന അന്നത്തെ ഓപ്പണിങ്ങും ലോയും, ഓപ്പണിംഗ് 3150, ഹൈ 3173, ലോ 30643, ക്ലോസ് 113.60 ക്ലോസിൽ. ഓക്കെ, നമുക്ക് അന്നും നമുക്ക് ഓപ്പണിംഗ് എടുക്കാം 3150. ഓക്കെ, 3150 സെൽ പ്രൈസ് 3150. എത്ര പ്രോഫിറ്റ്? 75,200 പ്രോഫിറ്റ്. എത്ര ദിവസം കൊണ്ട്? നമ്മൾ അതുകൂടെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെയും എത്ര ദിവസം എടുത്തു? 22 ബാസ്. ഓക്കെ, 22 ഡേയ്സും കൊണ്ട് നമുക്ക് കിട്ടിയൊരു പ്രോഫിറ്റാണ് 29% പ്രോഫിറ്റ് ഷെയർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഷെയർ നല്ലതായിട്ട് ഏഞ്ചൽസ് നല്ലതായിട്ട് കറക്റ്റ് ചെയ്ത് അത് വന്നു. വീണ്ടും ഇവിടെ 10-day മൂവിങ് ആവറേജിന് 30-day മൂവിങ് ആവറേജിനെ ക്രോസ് ഓവർ ഇവിടെ ഒരു സമയം കണ്ടു. ഡേറ്റ് ഓർത്തോണേ, 14th October 2025. ഇനിയും കണ്ടോ, 14th October 2025 ഞാൻ ഈ ഷെയറിൽ എൻട്രി എടുത്തു. ഓക്കെ, ഇവിടെ ക്രോസ് ഓവർ നടന്നല്ലോ, അന്ന് നമ്മളിവിടെ എൻട്രി എടുത്തു. അത് കഴിഞ്ഞിട്ട് 3/12/2025 നമ്മൾ എക്സിറ്റ് അടിച്ചു. 3/12 എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു, 3/12 ഡിസംബർ. ഇവിടെ നമ്മൾ എക്സിറ്റ് അടിച്ചത് കാരണം ഇത് 10-day മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് താഴെ വന്നു. അത് 2 റീസൺ ഉണ്ട്. ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ എക്സിറ്റ് അടിച്ചില്ല. ഓക്കെ, ഇവിടെയൊക്കെ ഇത് കട്ട് ചെയ്തപ്പോഴും നമ്മൾ എക്സിറ്റ് അടിച്ചില്ല. പക്ഷേ ഇവിടെ എക്സിറ്റ് അടിക്കാൻ വൺ ഓഫ് ദ റീസണ് ഒറ്റ ദിവസം കൊണ്ട് 10-day മൂവിങ് ആവറേജിനെയും 30-day മൂവിങ് ആവറേജിനെയും ഒറ്റ ദിവസം സെയിം ഡേ തന്നെ അത് ക്രോസ് പ്രൈസ് താഴോട്ട് വന്നു. രണ്ടിനെയും ക്രോസ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലോസ് ചെയ്തപ്പം 30-day മൂവിങ് ആവറേജിൻ്റെ മേളിലാണ് ക്ലോസ് ചെയ്തത്. എന്നാലും അത് എനിക്കങ്ങോട്ട് എൻ്റെ കയ്യിൽ നല്ലൊരു പ്രോഫിറ്റിൽ ഇതിനേക്കാളിലും പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അന്ന് 45,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ വലിയൊരു ക്യാൻഡിൽ കാരണം എനിക്കൊരു 10,000 ഇതിനകത്ത് നഷ്ടം വന്നു. ഓക്കെ, അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ ഉള്ള പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി. പക്ഷേ ഞാൻ ചെയ്ത ഡിസിഷൻ നല്ലതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷെയർ ഇന്ന് ഡേറ്റ് 4th December. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഷെയർ ഏഞ്ചൽ 1 ഇന്നും താഴോട്ട് ഈ ഷെയർ -1.18% താഴെ പോയി ഇന്നും. അപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, അത്രയും ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. അപ്പം ഇങ്ങനെയുള്ള നല്ല ഐഡൻറ്റിഫൈഡ് ക്രോസ് ഓവർ കിട്ടുന്ന ഷെയറുകൾ, ബ്രേക്ക് ഔട്ട് തരുന്ന ഷെയറുകളെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എല്ലാ ദിവസവും നമ്മുടെ ഗ്രൂപ്പിൽ
മെമ്പേഴ്സിന് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഡെയിലി പല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മളപ്പം 2 കാര്യങ്ങൾ പഠിച്ചു. ലോങ് ടേമിലേക്ക് വേണ്ടി നമ്മൾ ഗോൾഡൻ ക്രോസ് ഓവർ ഐഡൻറ്റിഫൈ ചെയ്ത് ഷെയറുകളിൽ കയറുന്നു ലോങ് ടേമിലേക്ക് വേണ്ടി. അതേപോലെ തന്നെ ഷോർട്ട് ടേമിലേക്ക് വേണ്ടി ബിഗ് ക്രോസ് ഓവറിനെ നകത്തുനിന്ന് നമ്മൾ ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് അതിനകത്ത് കയറുന്നു. ഇൻ ഫ്യൂ മന്ത്സിനകത്ത് നമ്മൾ ഒരു പ്രോഫിറ്റ് എടുത്ത് അതിനകത്തുനിന്ന് എക്സിറ്റ് അടിക്കുന്നു. അപ്പം 2 കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഈ ബ്ലൈൻഡായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റിനെ കാണാനേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ആപ്പിൽ അതിനെ എൻജോയ് ചെയ്യാൻ നിങ്ങളെയും കൊണ്ട് പറ്റില്ല. ഓക്കെ, അതിനെ പ്രോഫിറ്റിനെ എൻജോയ് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റിനെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഇൻവെസ്റ്റർ ആകുന്നത്. ഓക്കെ, ചുമ്മാ ബ്ലൈൻഡായിട്ട് ഷെയറുകൾ മേടിക്കല്ലേ, ബ്ലൈൻഡായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യല്. നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ട്രാറ്റജി കാണണം. ആ സ്ട്രാറ്റജി ബേസിലേ ഷെയർ മേടിക്കാവൂ. എല്ലാ ഷെയറുകളും ഒരിക്കലും നല്ലതായിരിക്കില്ല. ഓക്കെ, ചില ഷെയറുകൾ നമ്മൾ പൈസ ഇടും, ആ ഷെയർ കംപ്ലീറ്റ് ലോസിൽ പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഷെയറുകളും ഉണ്ട്. അപ്പോൾ എപ്പോഴും യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആൻഡ് ബ്രേക്ക് ഔട്ടൊക്കെ തരുന്ന പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയിൽ വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പം ബിഗ് അറൗണ്ട് 230 ഷെയറിനെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്തുള്ള ഷെയറുകളിൽ മാത്രമേ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അതിൻ്റെ ഔട്ട് ഓഫ് ബോക്സിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. സ്പെക്കുലേഷൻ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതേപോലെ അതുപോലെ തന്നെ മാർക്കറ്റ് ന്യൂസിൽ ബേസ്ഡും ഒന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഓൺലി ഫണ്ടമെൻ്റലി സ്ട്രോങ് ഷെയർ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വൺസ് ഷെയർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ മോണിറ്റർ ചെയ്യും. ആ ഷെയറുകളിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ എൻ്റെ വാട്സപ്പിലോ പേഴ്സണൽ മൊബൈൽ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം. We will give you more information. Okay, thank you. God bless you. Take care. Bye.